ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ആണ്, ഒരു ഫൈനൽ പ്രഡിക്ഷനാണ്. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോ സാധനം മാത്രം മതി എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പം അത് ഇതാ തരാൻ പോവുകയാണ്. ഓക്കെ, എല്ലാത്തിൽ നിന്നും ഓരോന്ന് ഞാൻ അവസാനമായിട്ട് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ പാസേജ് ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ക്വസ്റ്റ്യൻ ഫോർ എ തിയറി ഓഫ് എവരിത്തിങ് എന്നാണ്. ഓക്കെ, ഇനി പോയം കോംപ്രിഹെൻഷൻ കവിത വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡെത്ത് ദ ലെവലറാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇനി ക്യാരക്ടർ സ്കെച്ച് ഞാനിവിടെ രണ്ടുപേരെ വെച്ചിട്ടുണ്ട്. ഗുപ്ത ചോദിക്കാം, ഇല്ലെങ്കിൽ നിക്കോളായും ഇവാനും കൂടെ തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാം. അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇനി ഡൂസ് ആൻഡ് ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യം എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അതിൽ യൂസ് ഓഫ് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കത്തി നിൽക്കുന്നത് കൊണ്ട് ആവാം. ഇനി സ്പീച്ച് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിനായിരിക്കും സ്പീച്ച് എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഇനി TV റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേഹോറിലെ ആവും. ഓക്കെ, ടേക്ക് ഓഫോ ലാൻഡിങ്ങോ. ഇനി പ്രൊഫൈൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ നോർമലി അങ്ങനെ പേരൊന്നും ആരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് പേര് തരുന്നു. PR ശ്രീജേഷ് അല്ലെങ്കിൽ സുനിത വില്യംസ്, ഞാൻ പേര് തന്നിട്ടുണ്ട്. പ്രൊഫൈൽ ഞാൻ വെറുതെ എഴുതി വെച്ചിട്ടില്ല. ഇനി എസ് എ ഗാന്ധിജിയുടെ പാടത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതിനകത്ത് നിന്ന്. ഇനി ട്രാവൽ എസ്സേ ചോദിക്കും. ട്രാവൽ എസ്സേ നിങ്ങൾ പോയിട്ടുള്ള ഒരു സ്ഥലത്തെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാവോ ഏത് സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടെന്നുള്ളത്. അല്ലാതെ സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്ഥലത്തെ കുറിച്ച് അങ്ങ് എഴുതുക. അതിനകത്ത് പ്രഡിക്ഷൻ ഇല്ല. ട്രാവൽ എസ്സേ ഉണ്ടാവും. ഇനി ഇമെയിൽ, മാഗി ഗുപ്തയ്ക്ക് അയക്കുന്ന ഇമെയിൽ. ഇല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നിങ്ങളുടെ സ്കൂളിലൊരു ഇവന്റ് നടക്കുന്നു, ആ ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അതും കിട്ടി നിങ്ങൾക്ക്. ഇനി ഇന്റർവ്യൂവിന് ഏതെങ്കിലും ഒരു ഫേമസ് പേഴ്സണാലിറ്റി, ഞാൻ പറയുന്നു നമ്മുടെ ടെക്സ്റ്റ് ബേസ് ചെയ്ത് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യാൻ ചോദിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു പോസിബിലിറ്റി ഇവിടെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സുനിത വില്യംസ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി. ഓക്കെ, ഇതിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. നിങ്ങൾ വേറെ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത്രയെങ്കിലും പഠിച്ച് നിങ്ങൾ ഉറപ്പാക്കണം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് പ്രഡിക്ഷൻ ആണ്. പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. ഓക്കെ, ഇതിന് ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളവർക്കുള്ള സാധനം എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് പാസ് മാർക്ക് മതി എന്നുള്ളവർക്ക് വേണ്ട സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ഡബിൾ പാസിനുള്ള സാധനവും ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒറ്റ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ് ഈ നിലവിളിച്ചുകൊണ്ടിരുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു സാധനം തന്നിരിക്കുന്നത്. നിങ്ങൾ കാണണം. ബാക്കിയുള്ള വീഡിയോസ് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടെന്ന് ഉറപ്പാക്കുക. ഈ സാധനങ്ങൾ പഠിച്ചിട്ട് പോകണം. എല്ലാ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നാളെ വന്നിട്ട് ഇത് വന്നില്ല എന്ന് കിടന്ന് വിളിക്കരുത്. ഇത് സിംഗിൾ പ്രഡിക്ഷൻ ആണ്. ഞാൻ പറയുന്നു പ്രഡിക്ഷൻ ആണ്.